ജനുവരി 6-നാണ് നാം ദനഹ തിരുനാൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ആരാധനാക്രമ വത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണിത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതിനെ എപ്പിഫാനി എന്ന് പേര് വിളിക്കുന്നു. എപ്പിഫാനി എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടൽ എന്നാണ്. ലോകത്തിന്റെ രക്ഷകനായി ജനിച്ച യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത സംഭവമാണ് ഈ ദിവസം പ്രധാനമായും അനുസ്മരിക്കുന്നത്. എന്നാൽ പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ ഈ വെളിപ്പെടുത്തലിനെ രണ്ടു രീതിയിലാണ് അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും എന്ന് മാത്രം. പാശ്ചാത്യ സഭകളിൽ പ്രധാനമായും ലത്തീൻ റിത്തിൽ കിഴക്കു നിന്നും നക്ഷത്രത്തെ പിന്തുടർന്നെത്തിയ 3 ജ്ഞാനികൾ കാസ്പർ, മെൽസിയർ, ബെൽത്തസാർ ഇവർ ഉണ്ണിയേശുവിനെ ആരാധിച്ച സംഭവമാണ് ഈ തിരുനാളിന്റെ പ്രധാന പശ്ചാത്തലമായി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ക്രിസ്തു കേവലം യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് സകല ജനതകൾക്കും വേണ്ടിയാണ് വന്നു പിറന്നത് എന്നാണ്. അതായത് സകല ജനതകൾക്കും വേണ്ടി വെളിപ്പെടുത്തി കൊടുക്കപ്പെട്ട രക്ഷയുടെ ജനനമാണ് ഈ ദിവസം അനുസ്മരിക്കുന്നത്. ജ്ഞാനികൾ യേശുവിന് നൽകിയ 3 സമ്മാനങ്ങൾക്കും വലിയ പ്രതീകാത്മക അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തേത് സ്വർണമാണ്. യേശുവിന്റെ രാജത്വത്തെയാണ് ഈ സ്വർണം സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് കുന്തിരിക്കമാണ്. യേശുവിന്റെ ദൈവികതയെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രധാനമായും പ്രാർത്ഥനയുടെ അടയാളം കൂടിയാണ് കുന്തിരിക്കം. മൂന്നാമതായി മീറായാണ്. യേശുവിന്റെ മനുഷ്യത്വത്തെയും വരാനിരിക്കുന്ന കുരിശുമരണത്തെയും ഇത് സൂചിപ്പിക്കുന്നു. മീറ പുരാതന യഹൂദ സമ്പ്രദായം അനുസരിച്ച് മൃതദേഹങ്ങളിൽ പൂശാൻ ഉപയോഗിക്കുന്ന ഒരുതരം സുഗന്ധ ദ്രവ്യമാണ്. ഇനി പൗരസ്ത്യ സഭകളിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മുടെ സീറോ മലബാർ സഭ ഉൾപ്പെട്ട പൗരസ്ത്യ സഭകൾ ഈ ദിവസം യേശു യോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ്. അതായത് പിതാവായ ദൈവം യേശുവിനെ തന്റെ പ്രിയപുത്രനായി ലോകത്തിന് വെളിപ്പെടുത്തിയ ദിവസമായാണ് നമ്മൾ അന്ന് അനുസ്മരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പൗരസ്ത്യ പാശ്ചാത്യ സമ്പ്രദായം അനുസരിച്ച് പല പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. പാശ്ചാത്യ നാടുകളിൽ, യൂറോപ്യൻ നാടുകളിൽ പാശ്ചാത്യ സമ്പ്രദായം അനുസരിച്ച് അവരുടെ വീടുകളുടെ വാതിലുകൾക്ക് മുകളിൽ ചോക്കുകൊണ്ട് C+M+B എന്നെഴുതുന്ന ഒരു പതിവുണ്ട്. ഈ 3 ഇംഗ്ലീഷ് ലെറ്ററുകളുടെ മുൻപിലും പിന്നിലുമായി അതത് വർഷത്തിന്റെ തുടക്കവും അവസാനവുമുള്ള 2 ലെറ്റർ കൂടി അവർ ആഡ് ചെയ്യും. ഉദാഹരണത്തിന് ഈ വർഷമാണെങ്കിൽ അത് 20+C+M+B+26 എന്നായിരിക്കും എഴുതുക. ഇത് പ്രധാനമായും യേശുവിനെ സന്ദർശിച്ച 3 രാജാക്കന്മാരുടെ പേരുകളുടെ ആദ്യ അക്ഷരങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ക്രിസ്തു ഈ ഭവനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന ഒരു ലത്തീൻ വാചകത്തിന്റെ ആദ്യത്തെ 3 അക്ഷരങ്ങളായും ഇതിനെ ഉപയോഗിക്കാറുണ്ട്. ഇനി പൗരസ്ത്യ സഭകളിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മുടെ സീറോ മലബാർ സഭയിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിൽ ഈ തിരുനാളിനോടനുബന്ധിച്ച് ചില പള്ളികളിൽ നടത്തുന്ന പിണ്ടിപ്പെരുന്നാൾ കൂടുതലും തൃശൂർ, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലാണ്. വളരെ ആഘോഷപരമാണ്. കേരളത്തിലെ ക്രൈസ്തവ ആഘോഷങ്ങളിൽ വളരെ വ്യത്യസ്തവും വർണ്ണാഭവുമായ ഒന്നാണ് പിണ്ടിപ്പെരുന്നാൾ. പ്രധാനമായും മധ്യ കേരളത്തിലെ തൃശൂർ, ഇരിങ്ങാലക്കുട രൂപതകളിലാണ് ഈ തിരുനാൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. ദനഹ എന്നാൽ ഉദയം, പ്രകാശം, വെളിപ്പെടുത്തൽ എന്നൊക്കെ തന്നെയാണ് അർത്ഥം. ലോകത്തിന്റെ പ്രകാശമായ യേശു ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ ആകാശത്ത് നിന്ന് വലിയൊരു പ്രകാശം ഉണ്ടായതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ദീപപ്രഭയോടുകൂടിയുള്ള അലങ്കാരങ്ങൾ നിർമ്മിക്കപ്പെടുന്ന പാരമ്പര്യം ഉണ്ടായത്. പാശ്ചാത്യ സഭകളിൽ എപ്പിഫാനി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൗരസ്ത്യ സഭകളിൽ തിയോഫാനി എന്ന വാക്കാണ് നാം ഉപയോഗിക്കുന്നത്. എപ്പിഫാനി എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഉന്നതങ്ങളിൽ നിന്നുള്ള വെളിപാട് എന്നാണെങ്കിൽ തിയോഫാനി എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ വെളിപാട് എന്നാണ്. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് യേശുവിന്റെ വെളിപ്പെടുത്തൽ എന്ന സംഭവത്തെക്കുറിച്ചാണ്. പിണ്ടിപ്പെരുന്നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദനഹ തിരുനാളിന്റെ തലേ ദിവസം വീടുകളുടെയും പള്ളികളുടെയും മുന്നിൽ വാഴപ്പിണ്ടി നാട്ടി അതിൽ ഈർക്കിലികൾ തറച്ച് അതിനു മുകളിൽ മൺചിരാതുകളോ മെഴുകുതിരികളോ കത്തിച്ചു വയ്ക്കുന്നു. ഇതിനെയാണ് പിണ്ടി വിളക്ക് എന്ന് വിളിക്കുന്നത്. ഈ പിണ്ടിക്ക് ചുറ്റും ഓടി നടന്ന് കുട്ടികൾ എൽ പായൽ എൽ പായൽ എന്ന് ആർപ്പ് വിളിക്കുന്ന പതിവുണ്ടെന്ന് പറയപ്പെടുന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥമുള്ള സുറിയാനി വാചകത്തിൽ നിന്നാണ് ഈ വിളി ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ പിണ്ടിപ്പെരുന്നാൾ വളരെ പ്രശസ്തമാണ്. അവിടെയുള്ള വലിയ വാഴപ്പിണ്ടിയിൽ ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയുന്നത് കാണാൻ വലിയ ജനത്തിരക്ക് എന്നും ഉണ്ടാവാറുണ്ട്. ഇനി കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇതറിയപ്പെടുന്നത് രാക്കുളി പെരുന്നാൾ എന്നാണ്. യേശുവിന്റെ ജ്ഞാനസ്നാനം അനുസ്മരിക്കുന്ന ഈ ദിവസം പണ്ടുകാലത്ത് വിശ്വാസികൾ പുഴകളിൽ പോയി
അല്ലെങ്കിൽ തങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കുളങ്ങളിൽ, പള്ളിയോട് ചേർന്നുള്ള കുളങ്ങളിലൊക്കെ പോയി കുളിക്കുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു. യേശുവിന്റെ ജ്ഞാനസ്നാനത്തെ അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ ഓരോരുത്തരും തങ്ങളുടെ ജ്ഞാനസ്നാനത്തെ നവീകരിക്കുകയും പ്രഘോഷിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് ഈ പതിവ് ഉണ്ടാക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. പഴയ സുറിയാനി സീറോ മലബാർ പതിവുകൾ അനുസരിച്ച് ദനഹ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ പല വീടുകളിലും മാംസവിഭവങ്ങളും അപ്പവും ഉൾപ്പെട്ട വലിയ സദ്യകൾ ഒരുക്കാറുള്ളതായി പറയപ്പെടുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പതിവുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ദനഹ തിരുനാൾ നമ്മുടെ ആരാധനാക്രമ വത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ്. ക്രിസ്തുവിന്റെ ജനനം സമ്പൂർണ്ണമാകുന്നത് ക്രിസ്തു ദൈവപുത്രനാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടപ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്മസ് പൂർണ്ണമാകുന്നത് ദനഹ തിരുനാളിലാണെന്ന് വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ക്രിസ്മസിൽ നാം ആരംഭിച്ച ദൈവപുത്രന്റെ രക്ഷയുടെ ജനനത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന ദിവസമായ ദനഹ തിരുനാൾ ഏറ്റവും ഭക്തിയോടെ, ആഘോഷപൂർവമായി, പാരമ്പര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ആഘോഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. കേരളത്തിൽ ആദിമ നൂറ്റാണ്ട് മുതൽ നിലനിന്നിരുന്ന ഒരു ക്രൈസ്തവ സമൂഹം എന്നതിൻ്റെ തെളിവാണ് 2000 വർഷങ്ങളോളം എടുത്ത് രൂപപ്പെട്ട ഇത്തരത്തിലുള്ള ചില പ്രത്യേക പതിവുകളും ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും. പാശ്ചാത്യ ലത്തീൻ പാരമ്പര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇവിടെ ആദിമ നൂറ്റാണ്ട് മുതൽ ദനഹ തിരുനാൾ ഇത്തരത്തിലുള്ള പ്രത്യേകതകളോടുകൂടി ആചരിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ സ്വത്വത്തെ, ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ അണിചേർന്നുകൊണ്ട്, ക്രിസ്തുവിന്റെ രക്ഷാകര വെളിപ്പെടുത്തലിനെ പ്രാർത്ഥനാപൂർവം ധ്യാനിച്ചുകൊണ്ട് ദനഹ തിരുനാളിനായി ഒരുങ്ങാം. സ്നേഹത്തോടെ വിശ്വാസ പരിശീലന വിഭാഗം, മേരി ക്വിൻ ചർച്ച്, തോപ്പിൽ.